ഇന്ത്യ പരീക്ഷാ ചൂടിലേക്ക് കടക്കുകയാണ്. ജെഇ മെയിൻസ്, നീറ്റ്, അതിനിടയ്ക്ക് നമ്മുടെ സ്വന്തം കീം എക്സാമും. ഡേറ്റുകളൊക്കെ ഏകദേശം വന്നു. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങി നമുക്കറിയാം. പറഞ്ഞു തീർന്നില്ല, നമ്മുടെ സംഗതി ഇങ്ങ് വന്നു. ഇതെന്താണെന്നല്ലേ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഇത് നിങ്ങൾക്കുള്ള ഒരു ക്രിസ്മസ് സമ്മാനമാണ്. ഈ ക്രിസ്മസ് സമ്മാനത്തിൻ്റെ പ്രത്യേകത, ഇത് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു പുതുവത്സര സമ്മാനമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്താണെന്നല്ലേ, ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ക്രാഷ് പ്രോഗ്രാം ആരംഭിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. നിങ്ങളെല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുകയും ചെയ്തു. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലുകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, മുൻ വർഷത്തെ ആളുകളോട് ചോദിച്ചാൽ തന്നെ അറിയാം, നമ്മുടെ മെറ്റീരിയലുകളുടെ, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് നമ്മുടെ എക്സാമിന്, ഒറിജിനൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഏകദേശം അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പോലെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നീറ്റ് ക്രാഷ് 2025 മെറ്റീരിയൽസ് ആണ്. ഞാനൊന്ന് ചെറുതായിട്ട് കറക്കി നോക്കിയതാണ്. അത്യാവശ്യം നല്ല വീട്ടൊക്കെ ഉണ്ട് കേട്ടോ വളരെ. അപ്പം മറ്റേ ഡയലോഗ്, അൺബോക്സിംഗ് ക്രാഷ് നീറ്റ് മെറ്റീരിയൽ 2025. അപ്പം ഞാനത് ഒന്നുകൂടെ കറക്കട്ടെ. അപ്പം ഇത് പൊട്ടിക്കണം. സോ ഷാൽ വി സ്റ്റാർട്ട്? പിള്ളേരെ, ഇത് ഞാനിത് നൈസായിട്ട് പൊട്ടിക്കാൻ പോവാണേ. അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. നമ്മളങ്ങനെ പെട്ടി സക്സസ്ഫുൾ ആയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. നമുക്കിനി ഈ ബുക്ക് എല്ലാം എടുത്തൊന്ന് പുറത്തേക്കിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്കുകൾ. ഇതിങ്ങനെ 3, 3, 3. എന്താ ഈ 3, 3, 3 എന്നല്ലേ? അതായത് 3 ബുക്കുകളുടെ 3 സെറ്റുകളാണ്. അപ്പം നമുക്ക് ഓരോ സെറ്റായിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് ഈ വലിയൊരു സെറ്റാണ്. ഈ വലിയൊരു സെറ്റ് പരിചയപ്പെടുത്താനായിട്ട് എനിക്കൊരല്പം വലിയ സ്ഥലം വേണ്ടതുകൊണ്ട് ഇവരെ രണ്ടുപേരെ ഞാനൊരു ശകലം സൈഡിലേക്ക് മാറ്റി വെക്കുവാണേ. ഇവിടെ ഇരിക്കട്ടെ. ഈ 3 ബുക്കുകളാണ് നമുക്ക് ആദ്യം ലഭിക്കുന്നത്. ആദ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ബോക്സ് തുറക്കുമ്പോഴേ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഈ 3 ബുക്കുകളാണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ക്ലാസ് നോട്ടുകളാണ്. ഇതിലെന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഓരോ ക്ലാസ് നോട്ടുകളാണ്. ഈ ഓരോ ക്ലാസ് നോട്ടിലും നിങ്ങളുടെ +1, +2ൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്കുകളും ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ കണ്ടൻസ് ഉണ്ട്. ഞാൻ ഓരോ ചാപ്റ്ററായിട്ട് ജസ്റ്റ് നോക്കി പറയാവേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ എടുത്ത ഫിസിക്സിൻ്റെ ആണല്ലോ, ഞാൻ മാത്തമാറ്റിക്സ് ആണല്ലോ, ഫിസിക്സ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ഞാൻ ജസ്റ്റ് ഈ ബുക്ക് ഒന്ന് പരിചയപ്പെടുന്നേ ഉള്ളൂ. വളരെ ആദ്യം നമുക്ക് കണ്ടൻസ് ഉണ്ട്. അതെ, ഫിസിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്കൽ ടൂൾസാണ്, ബേസിക് മാത്തമാറ്റിക്സ്. ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ചതിന് ശേഷമാണല്ലോ നിങ്ങൾ ഫിസിക്സ് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടത്. അപ്പം നമ്മുടെ ഓരോ ചാപ്റ്ററിലും എങ്ങനെയാണ് ചാപ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയാം. ഓരോ ചാപ്റ്ററുകളിലും ആ ചാപ്റ്ററിൻ്റെ ഒരു സിനോപ്സിസ്, അതായത് അതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ, തിയറി ഐഡിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററുകളുടെയും ഓരോ ഐഡിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ട്. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, അങ്ങനെ 3 ലെവലായിട്ടാണ്. അതിലാദ്യം നിങ്ങൾ ലെവൽ 1 ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം വളരെ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ലെവൽ 1-ൽ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ചൊരു NCERT ബേസ്ഡ് ഐഡിയ നമുക്ക് ലഭിക്കും. ആ ഐഡിയ ലഭിച്ച് ആ ഒരു ഐഡിയയും വെച്ചാണ് നമ്മൾ ക്ലാസ് കാണേണ്ടത്. അപ്പം ലെവൽ 2 ചോദ്യങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ പ്രൊഫസേഴ്സ് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് കാണിക്കും. അത് എൻട്രൻസ് ലെവലിലുള്ള, അതായത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സെൽഫ് പ്രാക്ടീസ്, അതായത് ആദ്യത്തെ ചോദ്യങ്ങൾ, നമ്മുടെ ലെവൽ 1 ചോദ്യങ്ങൾ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഒരു നീറ്റിൻ്റെ ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. ആ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രൊഫസേഴ്സ് ചെയ്ത് കാണിക്കും. അതിനുശേഷം ആ ലെവലിലുള്ള, അതായത് ഒരു എൻട്രൻസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് ലെവൽ 3-ൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽ, അതായത് 3 മെറ്റീരിയൽസിൻ്റെ ആദ്യത്തെ ബണ്ടിൽ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ തന്നെ കെമിസ്ട്രിയും ബയോളജിയും, അങ്ങനെ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന 3 മെറ്റീരിയലുകൾ. ഓക്കെ, അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു 3 കുട്ടി ബുക്കുകൾ കൂടിയുണ്ട്. ഈ കുട്ടി ബുക്ക് എന്ന് പറയുന്നത് ബ്രെയിൻ പോയിന്റർ എന്നാണ് പറയുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാമല്ലോ ക്രാഷ് പ്രോഗ്രാമാണ്. ക്രാഷ് പ്രോഗ്രാമിന് നിങ്ങൾ നോട്ടൊക്കെ ഒരു ബുക്ക് മേടിച്ച് എഴുതിയെടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേനും നോട്ട് എഴുതുന്നത് നല്ലതാണ്. എന്നിരുന്നാലും ടൈം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ അവർ ലൈഫ്. ആൻഡ് യു നോ വാട്ട് ഈസ് മോർ പ്രഷ്യസ് ദാൻ ടൈം? വാട്ട് വി ആർ സ്പെൻഡിങ് ഇറ്റ് ഫോർ. അപ്പം നമുക്കിപ്പോൾ ഏറ്റവും പ്രശ്നം ടൈമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ്, സാറേ ഓരോ ചാപ്റ്ററിൻ്റെ നോട്ട്സ് മാത്രമായിട്ടൊന്ന് ബ്രീഫായിട്ട് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളത് ചോദിക്കുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട്
എല്ലാ ചാപ്റ്ററുകളുടെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ചാപ്റ്റർ വൈസ് തിയറി ഷോർട്ട് കട്ട്സും അതുകൂടാതെ ഓരോന്നിൻ്റെയും ഷോർട്ട് നോട്ട്സും ചേർത്തുള്ള 3 കുട്ടി ബുക്കുകൾ. ഓക്കെ, നിങ്ങൾക്ക് ഏത് സമയം വേണേലും റെഫർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം റെഫറൻസും തിയറിയും പ്രോബ്ലംസും ചെയ്തതിന് ശേഷം നമ്മുടെ 3ാമത്തെ സെറ്റ്, ദ ലാസ്റ്റ് 3. ഇതാരാന്നറിയോ? നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണ്ടേ? അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് ഏത് വർഷം തൊട്ടുള്ളതാണെന്നറിയോ? 2005 തൊട്ട് 2024 വരെയുള്ള നമ്മുടെ ഈ 3 സബ്ജക്റ്റിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചാപ്റ്റർ വൈസ് എന്ന് മാത്രമല്ല, ഓരോ ചാപ്റ്ററിലെയും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ 2005 തൊട്ട് 2024 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി റെഫർ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മളെ തോപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ബ്രില്യൻറ്റിൻ്റെ ക്രിസ്മസ് സമ്മാനം. ക്രിസ്മസ് സമ്മാനം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലായോ? ഈ ക്രിസ്മസ് സമ്മാനത്തെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2025 ഒരു പുതുവർഷ സമ്മാനം, അതായത് നിങ്ങളുടെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക, ഡോക്ടർമാരാകുക. നമ്മുടെ phase 1 ക്രാഷ് ഹൈബ്രിഡ് പ്രോഗ്രാം നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ phase 2 ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ ബോർഡ് എക്സാമിന് ശേഷം ഓഫ്ലൈൻ ക്രാഷ് പ്രോഗ്രാം ആരംഭിക്കുന്നുണ്ട്. അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവർ brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, നമ്മുടെ പ്രോഗ്രാമിൽ അംഗമാകുക, നീറ്റ് തകർത്ത് വാരുക. ഓക്കെ, എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.